ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യോ ഇല്ലയോ എന്ന് പോലും അറിയത്തില്ല. വെറുതെ ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്നതിന് തന്നെ പ്രത്യേകിച്ച് എഡിറ്റും കാര്യങ്ങളൊന്നും ചെയ്യാതെ ഒരു അൺഫിൽറ്റേഡ് വീഡിയോ എന്നുള്ള രീതിയിലായിരിക്കും ഇടാൻ പോകുന്നത്. കാരണം ഒരു പ്രിപ്പറേഷനും ഇല്ലാതെ ഞാൻ എടുത്തൊരു വീഡിയോ ഉണ്ട്. ഇത് എന്ത് പറയണമെന്ന് അറിയാതെ അല്ല, എൻ്റെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ മാത്രം ഞാൻ പറഞ്ഞൊരു വീഡിയോ ആണ്. ക്യാമറ സെറ്റ് ചെയ്തിട്ടില്ല, ഒരു സ്ഥലത്ത് ഇങ്ങനെ വെച്ചത് എങ്ങനെ വെച്ചേക്കാണ്, അതുപോലെ ലൈറ്റിംഗ് ഉണ്ടോ കാര്യങ്ങളോ ഒന്നും നോക്കാതെ ഞാൻ എടുത്ത ഒരു എൻ്റെ മൈൻഡിൽ തോന്നുന്ന കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി മാത്രം എടുത്തൊരു വീഡിയോ ആണ്. നല്ലതാണെങ്കിൽ ചിലപ്പോൾ പോസിറ്റീവ് ആയിരിക്കും, വലിയ പോസിറ്റീവ്. ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് എനിക്കിങ്ങനെ വെറുതെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നൊരു ശീലമുണ്ട് കേട്ടോ. എനിക്കറിയില്ല എന്നെപ്പോലെ വേറെ ആരെങ്കിലും ഉണ്ടോ അത്. ഇനിയിപ്പോൾ ആരുമില്ല, വേറെ ഒന്നും ചെയ്യാനില്ല, അങ്ങനത്തെ ഒരു സന്ദർഭങ്ങളിൽ ഞാൻ എന്നോട് എന്തെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ ഞാൻ അന്താരാഷ്ട്ര കാര്യങ്ങൾ വരെ ചിലപ്പോൾ ആ ഒരു പ്രശ്നങ്ങൾക്ക് വരെ ഞാൻ സൊല്യൂഷൻ കണ്ടുപിടിച്ച് കൊടുക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ മൈൻഡിൽ ഇങ്ങനെ ഒരു ടോപ്പിക്ക് വന്നത്. അതായത് ഇൻസെക്യൂരിറ്റീസ്. നമ്മൾ പണ്ട് ചൈൽഡ്ഹുഡിലൊക്കെ അനുഭവിച്ചിട്ടുണ്ടാകുന്ന ഇൻസെക്യൂരിറ്റീസ് ഉണ്ടാവുമല്ലോ, അതിനെപ്പറ്റി സംസാരിച്ചാൽ എന്താ എന്നിങ്ങനെ തോന്നി. അപ്പോൾ ഞാൻ ഫസ്റ്റ് എനിക്ക് എൻ്റെ ചൈൽഡ്ഹുഡിൽ ഉണ്ടായ ഒരു ഇൻസെക്യൂരിറ്റി നിങ്ങളടുത്ത് ഷെയർ ചെയ്യാം. ഓക്കെ, എനിക്ക് ഉണ്ടായൊരു ഇൻസെക്യൂരിറ്റിയാണ്. അതായത് എന്താ, ഞാൻ കുറച്ച് കളർ കുറവായിരുന്നു എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ഇൻസെക്യൂരിറ്റി പണ്ട് ടൈമിൽ. എസ്പെഷ്യലി നമുക്ക് സിബ്ലിങ്സ് കൂടെ ഉണ്ടെന്ന് വിചാരിക്കുക, അതായത് ഏട്ടനോ ചേച്ചിയോ അല്ലെങ്കിൽ അനിയനോ അനിയത്തിയോ ആരെങ്കിലും നമുക്കുണ്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് ചെയ്യും, കമ്പാരിസൺ വരും അവിടെ. ഓക്കെ, നിന്നെ കാണാൻ അവരെ പോലെ ഇല്ലല്ലോ, നീ കുറച്ച് കളർ കുറവായതുകൊണ്ട് ഇന്ന ആൾക്കാരുടെ കൂട്ടത്തിലാണല്ലോ പോയേക്കുന്നത്, അതല്ലെങ്കിൽ അച്ഛൻ്റെ കൂട്ടത്തിലാണല്ലോ അമ്മേൻ്റെ കൂട്ടത്തിലാണല്ലോ അച്ഛമ്മയുടെ പോലെയാണല്ലോ കാണാൻ, അങ്ങനെയൊക്കെ പറഞ്ഞ് കമ്പാരിസൺ വരും. ഓക്കെ, അതല്ലെങ്കിൽ വേറെ പറയും, കളർ കുറവാണെങ്കിലും നിന്നെ കാണാൻ ഭയങ്കര ഐശ്വര്യമാണ്, ഇങ്ങനെയൊക്കെ പറയും. അപ്പോൾ അവിടെ കളർ കുറവാണെങ്കിലും എന്ന് വന്നു. ഓക്കെ, സോ എന്താ, അപ്പം നമ്മൾ ചെറിയതായിരിക്കുന്ന സമയത്ത്, ചെറിയ മക്കളായിരിക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡിൽ അത് അങ്ങനെ ഒരു ട്രോമ പോലെ കിടക്കും. ചിലർക്കത് ലൈഫ് ലോങ് അവരുടെ കൂടെ തന്നെ അതുണ്ടാവും. മരിക്കുന്നവരെ അവരത് മൈൻഡിലിട്ടുകൊണ്ട് കൊടുക്കും, ഞാൻ ഇങ്ങനെയാണല്ലോ, എനിക്ക് എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ എന്നവർ വിചാരിക്കും. ഓക്കെ, പക്ഷേ എൻ്റെ കേസിലൊക്കെ ആണെങ്കിൽ എനിക്കൊരു ബോധം വെച്ച സമയത്ത്, അതായത് ഒരു പ്രായമൊക്കെ ആയ സമയത്ത് പിന്നെ മനസ്സിലായി കളറ് മാത്രമൊന്നല്ല സൗന്ദര്യത്തിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാനം എന്നൊക്കെ എനിക്ക് മനസ്സിലായി. പിന്നെ ഞാൻ ആരെന്ത് പറഞ്ഞാലും ഓക്കെ പോട്ട് പുല്ല് എന്ന രീതിയിലാണ് ഞാൻ എടുക്കാറുണ്ടായിരുന്നത്. പിന്നെ എൻ്റെത് അതങ്ങോട്ട് മാറി. ഓക്കെ, അപ്പോൾ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പോൾ തടിച്ചിരിക്കുന്ന ഒരാളോട് പോയി പറയുകയാണ്, നമ്മൾ ചിലപ്പോൾ തമാശക്കായിരിക്കും പറയുന്നുണ്ടാവുക, നമ്മൾ അവരെ ഹേർട്ട് ചെയ്യണം എന്നുള്ളൊരു ഉദ്ദേശത്തോടെ ഒന്നും ആയിരിക്കത്തില്ല പറയുന്നുണ്ടാവുക, തമാശയ്ക്ക് ചിരിച്ചുകൊണ്ട് പറയുന്ന കാര്യങ്ങളായിരിക്കും. ഓക്കെ, തടിച്ചിരിക്കുന്ന ആളോട് പറയാണ്, നീ കഴിഞ്ഞ പ്രാവശ്യം കണ്ടതിനേക്കാളും തടിച്ചല്ലോ, നിങ്ങൾക്ക് ഇന്നിന്ന് ഡയറ്റൊക്കെ എടുത്തൂടെ, ഇന്നിന്ന് അങ്ങനെയൊക്കെ ഒരുപാട് അഡ്വൈസ് ചെയ്യും. ഓക്കെ, വാരി വലിച്ച് തിന്നിട്ടല്ലേ ഇങ്ങനെയൊക്കെ ആവുന്നത് എന്നൊക്കെ പറയും. പക്ഷേ ചിലപ്പോൾ അവരുടെ ബോഡിയിൽ ചിലപ്പോൾ എന്തെങ്കിലും ഹോർമോണൽ ഇഷ്യൂസോ അല്ലെങ്കിൽ വേറെ വല്ല അസുഖങ്ങളോ PCOD പോലത്തെ അസുഖങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അത് നമുക്ക് പുറത്തുനിന്ന് കാണുന്ന ഒരാൾക്ക് അയാളെ അറിയില്ല, അയാൾ എങ്ങനെയാണ്, അയാൾക്ക് എന്തൊക്കെയാണ് ബോഡിയിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുന്നതൊന്നും അറിയില്ല. ഓക്കെ, അപ്പോൾ അയാളെ മനസ്സിലാക്കാതല്ലേ മറ്റൊരാൾ വേറൊരാൾ പറഞ്ഞുകൊടുക്കുന്നത്. ചിലപ്പോൾ ആ തടി കുറക്കാൻ വേണ്ടിയിട്ട് അവരെന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ മെഡിസിൻ എടുക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും ഡയറ്റ് കൺട്രോൾ ഉണ്ടാവും. അങ്ങനെ പലതും അവരുടെ ലൈഫിൽ എന്ത് ചെയ്യുന്നുണ്ടാവും, അവർ ട്രൈ ചെയ്യുന്നുണ്ടാവും. നമ്മൾ പുറത്തുനിന്ന് ഒരാൾ വന്നിട്ട് എന്താ പറയുക, തമാശക്കാണെങ്കിൽ ഒരു നെഗറ്റീവായിട്ടൊരു കാര്യം അവരുടെ അടുത്ത് പറയുന്ന സമയത്ത് നമ്മൾ അവർക്ക് കൊടുക്കുന്നത്, അറിയാതെയാണെങ്കിൽ കൊടുക്കുന്നത് ഒരു നിരാശയാണ്. ഓക്കെ, അപ്പോൾ അവരെന്ത് ചെയ്യും, ഓക്കെ ഇനി എനിക്ക് വയ്യ, ഇത്രയും ഞാൻ കഷ്ടപ്പെട്ടിട്ടും ഒരു 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 ഇത് പോസിറ്റീവായിട്ടൊന്നും കേൾക്കുന്നില്ലല്ലോ എന്നുള്ളൊരു തോട്ട് വന്നു കഴിഞ്ഞാൽ അവരവിടെ നിർത്തും. അത് നമ്മൾ എൻകറേജ് ചെയ്യുന്നതിന് പകരം അവരെന്ത് ചെയ്യാണ്, താഴ്ത്തുകയല്ലേ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, മെലിഞ്ഞിരിക്കുന്ന ഒരാളോട് നമ്മൾ പറയുക, ഓ നിനക്കെന്ത് ഭാഗ്യമാണ്, നീ എത്ര തിന്നാലും വണ്ണം വയ്ക്കില്ലല്ലോ, പിന്നെ എന്ത് വേണമെങ്കിലും കഴിക്കാമല്ലോ, പിന്നെ അങ്ങനെയൊക്കെ നിനക്ക് വീട്ടിൽ നിന്നൊന്നും തിന്നാതെ ഇരുന്നില്ലേ എന്നൊക്കെ ചോദിക്കില്ലേ. അപ്പോൾ ഇപ്പോൾ തടിച്ചിരിക്കുന്ന ഒരാൾക്ക് ഫുഡ് കഴിക്കാൻ എന്ത് ചെയ്യും, ഈസി ആയിരിക്കും. അവർക്ക് ഫുഡ് ഇഷ്ടമായതുകൊണ്ട് അവർക്കത് കഴിക്കാൻ ഈസി ആയിരിക്കും. പക്ഷേ അവർ കഷ്ടപ്പെട്ട് മെലിയണമെങ്കിൽ എന്ത് ചെയ്യണം, ഡയറ്റ് കൺട്രോൾ ചെയ്ത് ഫുഡ് കഴിക്കാതെ ഡയറ്റ് ചെയ്യണം, അല്ലേ, തടി കുറക്കണം. അതേപോലെ തന്നെയാണ് മെലിഞ്ഞിരിക്കുന്ന ഒരാൾക്ക് പിന്നെ ഫുഡ് വാരി വലിച്ച് കഴിക്കാൻ അവർക്ക് പറ്റില്ല. ഓക്കെ, അവർ വാരി വലിച്ച് കഴിച്ചാൽ മാത്രമേ, അത്യാവശ്യം എന്തെങ്കിലും ഉള്ളിലേക്ക് പോയാൽ മാത്രമേ അവർ വണ്ണം വയ്ക്കുമെന്ന് അവർക്കറിയാം. പക്ഷേ അത് അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അത് അവർക്ക് ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ എന്താണ്, രണ്ടും ഒരേപോലെയാണ്, ഒരേ ഡിഫിക്കൽട്ടീസാണ്. അപ്പോൾ തടിച്ച ഒരാൾ കുറയ്ക്കുന്നുണ്ടെങ്കിൽ, അതായത് ഭക്ഷണം കഴിക്കാതെ കുറയ്ക്കുന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ ഡിഫിക്കൽട്ടീസാണ് മറ്റേ ആൾക്ക്. ഭക്ഷണം കഴിച്ചാൽ നീ വണ്ണം വയ്ക്കുമെന്ന് പറയുന്നത് അതും ഒരു ഡിഫിക്കൽട്ടീസാണ്. ഓക്കെ, അത് നമ്മൾ മനസ്സിലാക്കാതെയാണ് പറയുന്നത്. നമുക്ക് ഈസി ആയിരിക്കുന്ന കാര്യം വേറൊരാൾക്ക് ഈസി ആയിരിക്കണം എന്നില്ല. ഓക്കെ, അതേപോലെ വേറൊരു ഇൻസെക്യൂരിറ്റി പറയുകയാണെങ്കിൽ, വേറൊരു എന്താ പറയുക, അപ്പോൾ ബോഡിയിൽ ഫുള്ളും ചിലർക്ക് എന്ത് ചെയ്യും,
ഹെയർ കൂടുതലായിരിക്കും കയ്യിലും കാലിലൊക്കെ. ചിലപ്പോൾ അതെന്ത് ചെയ്യും, അത് ചെറുപ്പം തൊട്ടേ നമ്മുടെ അടുത്ത് ഇങ്ങനെ പറയണത് ഇതെന്തെന്നാണ് നിന്നെ കാണാൻ കാട്ടുപോത്ത് കൂട്ടുണ്ടല്ലോ കാണാൻ, ഇങ്ങനെ പറയുന്ന സമയത്ത് അവർക്ക് തോന്നും ഇതെന്താ ഇങ്ങനെ, നമ്മളിപ്പോൾ ഒന്നും ചെയ്തിട്ടില്ലല്ലോ ഇങ്ങനെയൊക്കെ വരുന്നത്, ഓൾറെഡി ഉള്ളതല്ലേ അതൊക്കെ അങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് പിന്നെ അത് ഭാവിയിൽ എന്താ ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ, ചെറിയ ആൾക്കാരുടെ അടുത്ത് പറയുന്നത് കേട്ടോ, ഞാൻ ചെറിയ മക്കളുടെ അടുത്ത് അങ്ങനെ പറയുന്ന സമയത്ത് അവർക്കത് ഭാവിയിലേക്ക് വളർന്നു വരുമ്പോൾ വലിയൊരു ഇൻസെക്യൂരിറ്റി ആയിരിക്കും. എസ്പെഷ്യലി പറയുകയാണെങ്കിൽ അവർക്ക് നാലാളെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അല്ലെങ്കിൽ ഒരു സ്റ്റേജിൽ കയറി എന്തെങ്കിലും ഒരു പ്രോഗ്രാം, ഇപ്പം നീ ഒരു പാട്ട് പാടുമെന്ന് പറഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ സ്റ്റേജ് ഫിയർ ഉണ്ടാവാനുള്ള കാരണമാണ്. പിന്നെ അങ്ങനെ ഒരുപാട് കാര്യത്തിന് അതെന്ത് ചെയ്യും, ഇഷ്യൂ ആയിട്ട് മാറും. നമ്മൾ ചെറുപ്പത്തിൽ നമ്മൾ കൊടുക്കുന്ന ആ ഒരു ഇൻസെക്യൂരിറ്റീസ്, നമ്മൾ അറിഞ്ഞോ അറിയാതെ കൊടുക്കുന്ന ഇൻസെക്യൂരിറ്റീസ്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ തിരിച്ചുകൊണ്ടാണെങ്കിലും അല്ലെങ്കിൽ ഇങ്ങനെ പറയുന്ന കാര്യങ്ങൾ മാക്സിമം നമ്മൾ തന്നെ മനസ്സിലാക്കിയിട്ട് അങ്ങനെ പറയാൻ പാടില്ല എന്ന് നമ്മൾ തന്നെ മനസ്സിലാക്കി കൺട്രോൾ ചെയ്ത് തന്നെ വെക്കുക. അല്ലാതെ എല്ലാവരും ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ, വേറൊരാളെ പറ്റി നമുക്ക് അറിയില്ല എന്നാണെങ്കിൽ അയാളെ പറ്റി നമ്മൾ സംസാരിക്കാണ്ടിരിക്കുക, അയാളുടെ പ്രൈവസിലേക്ക് നമ്മളെ കൈ കടത്താണ്ടിരിക്കുക. അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ അയാൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഉപകാരം. ഇതൊന്നുമല്ല കേട്ടോ, ഇതൊന്നുമല്ല, ഇൻസെക്യൂരിറ്റീസ് ആണെന്ന് വേറെ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ ഇപ്പം നെറ്റ് കയറി കിടക്കുന്ന ഒരാൾക്ക് നെറ്റ് കയറി എന്താ, അതൊരു ഇൻസെക്യൂരിറ്റി ആയിരിക്കും ചിലപ്പോൾ. അതായത് എസ്പെഷ്യലി ഗേൾസിൻ്റെ കാര്യത്തിലൊക്കെ വരുമ്പോൾ അവർക്ക് ഹെയർ സ്റ്റൈലൊക്കെ ചെയ്യുന്ന സമയത്ത് നെറ്റ് കയറി കിടന്നാൽ അതൊരു ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പോൾ അതൊരു ഇൻസെക്യൂരിറ്റി. അപ്പോൾ പറയും നീ ഇങ്ങനത്തെ ഹെയർ സ്റ്റൈൽ ഇടുക, അങ്ങനത്തെ ഹെയർ സ്റ്റൈൽ ഇട്ട് അങ്ങനെ ചെയ്യും. അപ്പോൾ അവർ ഇൻസെക്യൂരിറ്റീസ് ഒക്കെ കൂട്ടുക ചെയ്യുന്ന വേറൊരാളല്ലേ. പിന്നെ വേറൊരു പറയുകയാണെങ്കിൽ എന്താ, പല്ല് കുറച്ച് തള്ളി കിടക്കുന്ന ആൾക്കാർക്ക് അതൊരു ഇൻസെക്യൂരിറ്റി ആയിരിക്കും. പിന്നെന്താ, അങ്ങനത്തെ പല പല കഴുത്തിൽ ചിലപ്പോൾ കറുപ്പുള്ള ആൾക്കാർക്ക് കറുപ്പ് ഇങ്ങനെ കാണാമല്ലോ, അവർക്ക് എന്ത് ചെയ്യും, അതൊരു ഇൻസെക്യൂരിറ്റി ആയിരിക്കും. അങ്ങനെ പല പല ഇൻസെക്യൂരിറ്റീസ് ഉണ്ട്. നമ്മുടെ ബോഡിയിൽ പല കാര്യങ്ങളും ഉണ്ടാവും. ഓക്കെ, അത് നാച്ചുറലി നമുക്ക് ഉണ്ടാവുന്ന കാര്യങ്ങളാണ്. നമ്മളായിട്ട് പറഞ്ഞ് വരുത്തുന്നതല്ലല്ലോ, ഓൾറെഡി നമുക്ക് ഉള്ള കാര്യങ്ങളല്ലേ, അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ വേറൊരാൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, അയാളുടെ പ്രൈവസിൻ്റെ ഉള്ളിലേക്ക് കയറാണ്ടിരിക്കുക. പിന്നെ അതേപോലെ വേറെ ഒന്ന് പറയുകയാണെങ്കിൽ, ഇപ്പോൾ അധികം സംസാരിക്കാത്ത ഒരാളാണെന്ന് വിചാരിക്കുക. അപ്പോൾ അധികം സംസാരിക്കാത്ത ഒരാളോട് പോയി ചോദിക്കുകയാണ്, നീ അധികം സംസാരിക്കത്തില്ലല്ലേ, ഓക്കെ, നിനക്ക് ഭയങ്കര നാണാണല്ലേ നാലോടോട് മിണ്ടാൻ, ഓക്കെ അങ്ങനെയാണല്ലോ, അതെന്താ നിനക്ക് വായ തുറന്ന് എന്തെങ്കിലും സംസാരിച്ചാൽ നിൻ്റെ വായിലിട്ട് കോലിട്ട് കുത്തണോ എന്തെങ്കിലും സംസാരിക്കാൻ വേണ്ടിയിട്ട് എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഈ സംസാരിക്കാത്ത ആൾക്കാർ സംസാരിക്കുന്ന ആൾക്കാരോട് പോയി ചോദിക്കുന്നില്ലല്ലോ, നിങ്ങൾക്കൊരു നാണോ മാനോല്ലേ ഇങ്ങനെ വായിട്ടലിക്കാൻ വേണ്ടിയിട്ട് എന്നാരും പോയി ചോദിക്കുന്നില്ലല്ലോ, ഇല്ല. പക്ഷേ എന്താണ്, നമ്മളിപ്പോൾ വളർന്നു വന്ന സാഹചര്യങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഓരോ സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ നമ്മൾ വളർന്നു വന്ന്, ആ ഒരു രീതിയിലല്ലേ നമുക്ക് നമ്മുടെ ക്യാരക്ടർ കാണിക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ വേറൊരാളെ പോലെ ആവണം എന്ന് വിചാരിച്ചാൽ നമുക്ക് ഒരാളെ കൊണ്ട് ഒരിക്കലും പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെയാണോ നമ്മൾ അതേപോലെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാൾ ചുറ്റുമുണ്ടെങ്കിലായിരിക്കും നമ്മുടെ ലൈഫ് കളറായിരിക്കുക, അല്ലേ? അങ്ങനെ നമ്മളായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കൂട്ടത്തിലേക്ക് നിൽക്കുക, അതായിരിക്കും നമുക്ക് ബെറ്ററായിട്ടിരിക്കുക, സമാധാനം ഉണ്ടാക്കുന്ന കാര്യമായിരിക്കും അത്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആരായി ഇൻസെക്യൂരിറ്റീസ് ഒക്കെ ഉണ്ടാക്കി തരുന്നത്? ആരാന്ന് ചോദിച്ചാൽ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ തന്നെ, ചിലപ്പോൾ നമ്മുടെ സിബ്ലിങ്സ് തന്നെ ആയിരിക്കും. ഇപ്പം എൻ്റെ കാര്യത്തിൽ എൻ്റെ സിബ്ലിങ്സ് പറഞ്ഞിട്ടുണ്ട്, ഓക്കെ നിന്നൊക്കെ ദത്തെടുത്തതാന്ന് തോന്നുന്നു, നീ കണ്ടില്ലേ, നീ എന്നെ കാണാൻ നമ്മളെ പോലെയല്ല. പക്ഷെ അവർ ആ ഒരു ചെറിയ പ്രായത്തിൻ്റെ പക്വത കുറവുകൊണ്ട് അവർ ആ ഒരു സമയത്ത് പറഞ്ഞതെന്ന് ഞാൻ ഇപ്പോൾ എടുക്കുന്നുള്ളൂ. പക്ഷെ അത് മാത്രമല്ല, അല്ലാതെ കുറച്ച് മുതിർന്ന ആൾക്കാരുണ്ടാവുമല്ലോ, തമാശക്കാണെങ്കിലും പറയുന്ന ആൾക്കാർ, ഓക്കെ അവർക്കാണ് ബോധം നമുക്ക് ഇൻസെക്യൂരിറ്റി ഉണ്ടാക്കി തരുന്ന, സത്യം പറഞ്ഞാൽ. നമ്മൾ ഏത് രീതിയിലാണോ ഇരിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് നമ്മളായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു സിറ്റുവേഷനിലുള്ള ആൾക്കാരാണ് ഉള്ളതെങ്കിൽ ആ ഒരു കൂട്ടത്തിൽ നിൽക്കുക. അല്ലെങ്കിൽ നല്ല രീതിക്ക് നമ്മളെ പോരായ്മകൾ പറഞ്ഞു തരുന്ന ആൾക്കാരാണെങ്കിൽ ഓക്കെ. അതല്ലാതെ നമുക്കുണ്ടാകുന്ന നമ്മുടെ ഉള്ളിൽ ഓക്കെ ഓൾറെഡി ഒരു സാധനം ഉണ്ടാവുമല്ലോ, അതിനെ പിന്നെയും കുത്തി പിന്നെ പെരുപ്പിച്ചെടുക്കുന്ന ആൾക്കാരുടെ ഇടയിലേക്ക് പോകാണ്ടിരിക്കുക, അതായിരിക്കും ബെറ്റർ. അപ്പോൾ ചെറിയ മക്കളുടെ അടുത്തൊക്കെ നമ്മൾ പെരുമാറുന്ന സമയത്ത് എസ്പെഷ്യലി നമ്മളത് ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവർക്ക് സ്റ്റേജിൽ കയറാൻ പോലും പേടിയായിരിക്കും, അവരുടെ ഇൻസെക്യൂരിറ്റി കൊണ്ട്. ഓക്കെ, ഞാനിങ്ങനെ കയറിക്കഴിഞ്ഞാൽ ആരെന്താ വിചാരിക്കുക, എന്നെ കാണാൻ എന്തോ കൊള്ളില്ല, ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട്, എന്നെ കാണാൻ കൊള്ളാത്തതുകൊണ്ട് ഞാൻ എങ്ങനെയാണ് കയറുക സ്റ്റേജിൽ എന്നൊക്കെയുള്ളൊരു ചിന്ത വരും. ഓക്കെ, അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താ, നമ്മൾ മാക്സിമം നമ്മുടെ കാര്യം നോക്കി നിൽക്കുക. അതന്നെ, വേറൊരാളുടെ കാര്യത്തിൽ അഭിപ്രായം പറയാണ്ടിരിക്കുക, അതല്ലേ ഏറ്റവും നല്ലത്. ഓക്കെ, ഞാൻ പറഞ്ഞോറിന് എവിടെ വരെ എത്തിയെന്ന് ഞാനിങ്ങനെ ആലോചിക്കുന്നത്. എനിക്കറിയില്ല എന്നെ പോലെ ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് ഇങ്ങനെ വെറുതെ സംസാരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ, എനിക്കറിയാം വേറെ ആൾക്കാരുണ്ടാവും എന്നുള്ളത്. പക്ഷേ എന്തോ ഒരു സുഖമാണ്. ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് കേട്ടോ ഞാനിങ്ങനെ സോൾവ് ചെയ്ത് കൊടുത്തേക്കുന്നത്. പല പല പ്രശ്നങ്ങളും ഞാൻ ഒറ്റയ്ക്കിരുന്ന് സംസാരിച്ച് സോൾവ് ചെയ്യാറുണ്ട്. എൻ്റെതല്ല, വേറെ പല ചുറ്റും നടക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ ഞാനിങ്ങനെ ഒറ്റയ്ക്കിരുന്ന് സംസാരിച്ച് സോൾവ് ചെയ്യാറുണ്ട്. എന്താല്ലേ, അപ്പോൾ അതാണ് ഇൻസെക്യൂരിറ്റീനെ പറ്റി പറയാനുള്ളത് എനിക്ക്.